ഇതെന്താടാ? രഞ്ജിത്ത് മനസ്സിലായ? പിന്നെ മനസ്സിലായത് നീ തിരുമല ചന്ദ്രന്റെ ടൈറ്റിൽ ഒരുങ്ങിയിരിക്കും പോലെ. അതെ, എന്നെ മനസ്സിലായ രഞ്ജിഷേട്ടൻ ഫിഗർ പൊളിഞ്ഞു. അല്ല ഫിഗർ എന്തൊരു ഫിഗർ? ഇന്നസെന്റ് എമ്പുരാൻ. എമ്പുരാൻ. അയ്യോ എന്റെ ദൈവമേ, അപ്പം ഫിഗർ പൊളിഞ്ഞു കേട്ടാ. തമ്പുരാൻ പോലും സഹിക്കൂല. ഇത് ഡമ്മി ആയിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ വെടിവെച്ചൊക്കെ ചത്തുകളെ. കുഴപ്പമില്ല. സത്യത്തില് ഫിഗർ പൊളിഞ്ഞെങ്കിലേ അത്യാവശ്യം കൗണ്ടർ നിറച്ചു വെച്ചിട്ടുണ്ട്. ആണ്. എന്നാ ബാറ്ററി ചാർജ് ആക്കട്ടെ ഞാൻ. ആയിക്കോ. ഉറപ്പാണേ? ഉറപ്പാണ്. ശരി, ബാറ്ററി ചാർജ് ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ഈ പെർഫോമൻസ് അങ്ങ് കാണാം. ചാർജ് ആയില്ലെങ്കിൽ രണ്ടുപേരും നോക്കിക്കോളൂ. അപ്പൊ ഫിഗർ പൊളിഞ്ഞ കൗണ്ടർ ഉള്ള ഒരു സ്കിറ്റ്. ഓക്കെ. ഓക്കെ. ഒരു ചെറിയ കൈയടി. മതി 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 മതി. പാടം ഇറങ്ങി 2-3 ദിവസം ഈ പാട്ട് ഓക്കെ ആയിരുന്നു. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് 24 വെട്ട് ചന്ന പിന്നെ വാങ്ങിച്ച എമ്പുരാനാ. പരിക്ക് ഒരുപാടുണ്ട്. ഈ കോട്ട് ഇട്ടിരിക്കുന്നോണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. ട്രാക്ക് മാറ്റ്. വെട്ടിക്കുറച്ചവനെ ചറപറ സെൻസർ ബോർഡ് കാട്ടിയ ക്രൂരത കണ്ടു നിൽക്കാൻ വയ്യ. പോകാൻ അനുവദിക്കൂ എനിക്ക്. ടാറ്റ പറഞ്ഞിടണേ, ടാറ്റ പറഞ്ഞിടണേ എനിക്ക്. ടാറ്റ പറഞ്ഞിടണേ. പോവല്ല്. ടാറ്റ പോവല്ല്. പോവരുത്. ഇല്ല, എനിക്ക് മുഖം കാണണ്ട. എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണവാദന. ഉടുക്കോട്ടി കേറ്റാണ്. കേറി വരിക. ഇല്ല, ഞാനങ്ങോട്ട് വരില്ല. കേറി വന്ന് കണ്ടിട്ട് പോവുക. അതെ, ആ. ആദ്യ ദിവസം കണ്ട ആൾക്കാര് പറഞ്ഞൊരു ചിത്രം മനസ്സിലുണ്ട്. വെട്ടിയിട്ടിരിക്കുന്ന എമ്പുരാനെ കാണാൻ എനിക്ക് വയ്യ. ഞാൻ പോണു. അയ്യോ, വെട്ടിലെ എണ്ണത്തിലേ ഉള്ളു 24. പടത്തിൽ മൊത്തം ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വാ. ഇല്ല, ഞാൻ പോണു. ടാറ്റ. വാ. ടാറ്റ, ബൈ ബൈ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഇതെങ്ങനെ 500 കോടി കളപ്പിക്കാറ്റും? എന്റെ ദൈവമേ. നീല ആണ്ട പറഞ്ഞ അടുത്തത് നുണുക്കു വിദ്യകളാ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം തുടുത്ത പുങ്കവിളിൽ. അതെ, ഈ പാട്ട് ലോജിക്കല്ലെന്നറിയാം. നിങ്ങളല്ലേ പറഞ്ഞ ഫിഗർ ഇല്ലാന്ന്. അതുകൊണ്ട് ഇന്നസെന്റ് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട്? ആരാ? ഭാര്യരാ. ആര് വാരിയതാ? ആരും ഭാര്യനും കോരിയതുമല്ല. ഭാര്യരാടോ ഭാര്യര്. ഏത് വാര്യരാന്ന്? മഞ്ജു വാര്യര്. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വാര്യരായിട്ട് വന്നത്. എന്നിട്ട് വാര്യരെവിടെ? ഭാര്യയിൽ താണ്ട ഇവിടെ 8 ഇരിക്കുന്നു. താണ്ട ദൂരദർശന്റെ ഏരിൽ ഇണക്കിരിക്കുന്നു. അതല്ലെന്ന്. വാര്യർക്ക് എന്താ ഈ മംഗലശ്ശേരിയിൽ കാര്യം? ഇത് മംഗലശ്ശേരി തന്നെയല്ലേ? മംഗലശ്ശേരിയിൽ വാര്യരല്ലാതെ പിന്നെ ഹായ്, ഇത് ആരൊക്കെയാ ഇരിക്കണേ? നമ്മളെ ടീമുകളല്ലേ? ചാക്കിയാർക്കും ഒന്ന് നിക്കാൻ പറ്റുമോ? വാര്യരവന്റെ കൈ നിൽക്കണില്ല. എന്നിട്ടാണ് അതിന്റെ ഇടയിൽ കൂടെ ചാക്കിയാരും കൂടെ ഉണ്ടാക്കുന്നത്. ഇവിടെ വാര്യര് ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ബാക്കി പറ. എടോ വാര്യരെ, എനിക്ക് എങ്ങനെയെങ്കിലും 500 കോടി ക്ലബിൽ കയറിയേ പറ്റൂ. നീല. നീലയല്ല, മജന്ത. പച്ചി കയറ്റി തരും ഞാൻ. സ്റ്റീഫൻ എന്നാ സ്റ്റീഫ. അല്ലെങ്കിൽ ലൂസിഫർ. എന്നാ ലൂസിഫർ. അല്ലെങ്കിൽ എസ്തപ്പാൻ. അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷ്യ. നീ ആരെങ്കിലും ഒരു തേങ്ങ ഉറപ്പിന്. ഞാൻ ഖുറേഷി പഠിച്ചോണ്ടിരുമ്പോ ഇവൻ പറയും എസ്തപ്പാനെന്ന്. എസ്തപ്പാൻ പഠിച്ചോണ്ടിരുമ്പോ ഇവൻ പറയും ലൂസിഫർ എന്ന്. ആരെങ്കിലും ഒന്ന് ഉറപ്പിട. നീ എമ്പുരാൻ ഇനിയുണ്ടാ? ഓ, ഏതെങ്കിലും ഒന്ന് നീ ഇവിടെ ചെയ്തിട്ട് പോയാ മതി. എന്നെ കൊണ്ട് ചൂടായിപ്പിക്കല്ലേ. അതെ, പെരട്ടലും ബലപേശലും ഒന്നും എന്നിടത്ത് വേണ്ട. ഊരിപ്പിടിച്ച വടിവാൾക്കിടയിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കടക്കപ്പുറത്ത് അത് പൊളിച്ച്. അപ്പൊ നിനക്ക് അണിയാം. അവരങ്ങനെ പലതും വരും ഫിഗർ ഉണ്ടെന്നൊക്കെ. ഇവിടെ വന്ന് നില്ല്. നീ നിന്റെ വേഷം കൈവിടല്ല, അത് പിടിച്ച് കളിക്കണം. പേടിയുണ്ടോ? ഇനി വാ. എടാ, ഇതിലൊന്നും ഇല്ല. ഞാൻ റിഹേഴ്സൽ ചെയ്തപ്പോഴേ പറഞ്ഞു എന്റെ അടുത്ത് ഇതിനകത്തൊന്നുമില്ല. അതല്ലെന്ന്. ഇത് സംഭവം തോന്നുന്നു. ഞാൻ ഈ എമ്പുരാനായിട്ട് ഈ ഗ്ലാസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നടക്കും. ഞാൻ പറയുന്നതിന് മറുപടി പറഞ്ഞ് നൈസായിട്ട് നീ കൂടെ അങ്ങ് കൂടിയാ മതി. അത് ലാഭയല്ലോ.
അത് തന്നെ അത് തന്നെ ഒന്നുകൂടെ പറഞ്ഞാണ്. അത് ലാഭയല്ലോ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ കളയും ചെയ്തോ. റെഡി പറഞ്ഞോളേ. അത് ലാഭയല്ലോ. അത് ലാഭയല്ലോ. അത് ലാഭയല്ലോ. ലാഭലടാ ജർമ്മൻ ഷെപ്പേർഡ്. അതെന്തൊരു ജർമ്മൻ ഷെപ്പേർഡ് അവർക്ക് കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തത്. ഈടാ, അതല്ല, എനിക്ക് എങ്ങനെയെങ്കിലും 500 കോടി ക്ലബിൽ കയറാനുള്ള വഴി പറ. അതെ, ആ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. വരുന്ന വഴിക്ക് ബോക്സ് ഓഫീസ് വൈദ്യശാല ഞാൻ കേറിയായിരുന്നു. ആ. അപ്പോ അവിടത്തെ വൈദ്യം പറഞ്ഞായിരുന്നു, ആ. ഒരാഴ്ച പദ്യം നോക്കി കിടന്നു കഴിഞ്ഞാ 500 കോടി ക്ലബിൽ കയറ്റാന്ന്. ഒരാഴ്ചയോ 2 ആഴ്ചയോ എങ്ങനെ വേണോ പത്യം. അതെന്തര് ലെങ്ത് ഡയലോഗ് ഇന്നസെന്റ് കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആവൂട്ടല്ല, അത് സമാധാനമായി. എന്തായാലും ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഞാൻ കിടന്നോളാം. എങ്ങനെയെങ്കിലും എനിക്ക് 500 കോടി ക്ലബിൽ കയറണം. അതിനെന്താണ് ഒരു വഴി? വഴിയുണ്ട്. നിനക്ക് എന്റെ 2 ലക്ഷം രൂപ കോട്ടിൽ വെള്ളം തളിക്കരുതെന്ന്. അയ്യോ, ഇത് വെള്ളമല്ല, പിന്നെ തീർത്ഥം. തീർത്തോ? ഭാനുമതി എന്ന തീർത്ഥം. ആ, ഭാര്യരെ അതെ, നിന്റെ ഭാര്യരെ തീർത്ഥം. ആ, ഈ തീർത്ഥം നെറുകയിൽ വീഴുന്ന ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ചെയ്യാനിരിക്കുന്ന പാപത്തിനും പ്രതിവിധിയാകും. എന്റെ ദാവുവിന്റെ കട്ട, എന്റെ ദാവു ഗൾഫിൽ പോയെന്ന് ചിലരൊക്കെ പറയുന്നു. അതാ ദാവു മരിച്ചു പോയ എനിക്കെന്റെ ദാവുവിന്റെ നീ ഒന്നീ കന്മതത്തിൽ അമ്മച്ചി ഉണ്ടാക്ക്, ഇല്ലെങ്കിൽ ഭാര്യ കളി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നസെന്റ് ചെയ്തപ്പോ ഒരാരും ചിരിച്ചില്ല, അമ്മച്ചി നല്ല കയറി. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എനിക്കൊരു സമാധാനം താടാ, പോടാ. കറക്റ്റ് ഫിഗർ കൂളിംഗ് ഗ്ലാസ് വൈ. സമാധാനം തരാത്തവൻ. അതെ, ചിറ്റപ്പ, ചിറ്റപ്പനാ? എസ്തപ്പ. അതെ, നീ ഉറങ്ങാൻ പോവാണെങ്കിൽ ഞാൻ ഒരു താരാട്ട് പാടട്ടെ. ഭാര്യരെ ഭാര്യയുടെ താരാട്ട് പാട്ടിലൊന്നും ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെന്താ? എനിക്ക് എന്റെ താരാട്ട് പാട്ട് ഞാൻ തന്നെ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് കൊണ്ട് ഇറക്കി. ഇന്നയിട് ഞാനും കേട്ടിട്ട് കുറെ നാളായി താരാട്ട് പാട്ട്. ഞാൻ ഉറങ്ങണ താരാട്ട് പാട്ട് ഇതാണ്. ഇട്ടോ. അയ്യോ, വെടിവെച്ചതല്ല. നിനക്കറിയാമോ, എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ 18 വെടിയിലെ ശബ്ദവും 4 ഹെലികോപ്റ്ററിന്റെ സൗണ്ടും വേണം. അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പോലും ഇപ്പൊ പറ്റണില്ല. ഈ ഹെലികോപ്റ്റർ കൊണ്ട് ഞാൻ എത്ര രാജ്യങ്ങളിൽ പോയി എന്നറിയാമോ? ഒരുപാട് രാജ്യം പോയിട്ടുണ്ടോ? പിന്നെ പ്രധാനമായിട്ടും ഹോങ്കോങ്. അതൊരു ജീവിയല്ലേ ഇങ്ങനെ നടക്കുന്ന? അത് കിങ്കോങ്, ഇത് ഹോങ്കോങ്. പിന്നെ മൊറോക്കോ. നിർത്തി. എന്തോന്ന്? മൊറോക്കോന്നല്ലേ ചോദിച്ചേ? മൊറോക്കോന്നല്ല, മൊറോക്കോ. ഒരു രാജ്യത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയും പോയിട്ടുണ്ടോ? ഭാര്യ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് കുശിനിയിൽ പണിക്കാരനായിട്ട് ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു പാചകക്കാരനെ സംഘടിപ്പിച്ച് തരണം. മനസ്സിലായി. രാജ്യങ്ങൾ പോയതല്ലേ, അതുകൊണ്ട് സ്റ്റീഫൻ ദേവസിക്ക്. സ്റ്റീഫൻ ദേവസി? പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി. നെടുമ്പള്ളിക്ക് ഒരുപാട് ഈ ചൈനീസ് വിഭവങ്ങൾ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ടൊന്നും അല്ല ഭാര്യരെ. പിന്നെ ഭാര്യരെ കണ്ടില്ലേ, നമ്മളെ എമ്പുരാന്റെ അവസാനം ഒരു ചൈനക്കാരൻ വന്ന് ഇങ്ങനെ നിന്നത് കണ്ടു. പാമ്പുള്ള മനുഷ്യൻ. പാമ്പുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ 3-ാം ഭാഗത്തിൽ അഭിനയിക്കാൻ വരും. അപ്പൊ അവന് ചൈനീസ് ആഹാരം വെച്ച് കൊടുക്കണ്ടേ? ഒരാൾക്ക് പോരാ. ചൈനയിൽ നിന്ന് വരുമ്പോ അവര് ടീമായിട്ടല്ലേ വരുന്നത്, അപ്പൊ കുറെ പേർക്ക് ഉണ്ടാക്കണ്ടേ? അയ്യോ ഇല്ല, ചൈനയിൽ സത്യത്തിൽ ഒരാളെ ഉള്ളൂ, ബാക്കി എല്ലാം അവന്റെ ഫിഗർ ചെയ്യുന്നവന്മാരാണ്. ഓ, ഒരാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു പാചകക്കാരനെ സെറ്റപ്പ് ചെയ്ത് തരണം. ബാക്കി പറയാനൊന്നുമില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി കൂടുതൽ സമയം ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ കിട്ടിയ 24 വെട്ടല്ല, ഇവിടെ നിന്ന് വെട്ടിച്ചന്ന പിന്നെ കളയും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ന് വെച്ചാ എന്നെയും കൂടെ ചൈനയെ കൊണ്ടുപോണോന്ന്. അപ്പൊ 24 വെട്ടി തീരുമെന്ന് തോന്നുന്നില്ലേ? വാ. അഖിലിനോട് ഞാൻ ചോദിച്ചു തുടങ്ങാണ്. അഖിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അഖിലിന്റെ അമ്മാമാർ?
ഇത് അണ്ണൻ. ആ ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? മാമൻ താഴെ ഒരുങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ചാർലിയിലെ ദുൽഖർ സൽമാൻ ആയിരിക്കും. ഓ കേറി വന്നപ്പോഴാണ് ലൂസിഫർ ആണെന്ന് മനസ്സിലായത്. മാമി രണ്ട് ലക്ഷം മീ അധികം കൊടുത്തു തോന്നുന്നു. ഇല്ല, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ആണ്, കൊറേ ചിരിച്ച്. ഞാൻ എമ്പുരാൻ കണ്ടതുകൊണ്ട് എനിക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെ, അതെ, വെട്ടുന്നതിന് മുന്നേ കണ്ടു ഞാൻ. വെട്ടി കഴിഞ്ഞു കണ്ടോ? വെട്ടും കുത്തും നടക്കുന്നതിന് മുന്നേ കണ്ട്. എനിക്കില്ല, ഇതില് വാര്യറുടെ സെയിം അവസ്ഥയാണ്. വെട്ടിയിട്ടേക്കണ എമ്പുരാൻ എനിക്ക് കാണണ്ട, എനിക്ക് ഇതിന് മുന്നേ കണ്ടത് കിടക്കട്ടെ. പക്ഷെ നല്ലായിരുന്നു അല്ലെ, ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. രതീഷേട്ടന്റെ അടുത്തേക്ക് ഇടയ്ക്ക് കണക്ട് ചെയ്തൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ അല്ലെ? എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഡയലോഗുകളൊക്കെ പറയണ്ടായിരുന്നു. വേറെ എന്തോ പറയാൻ ആഗ്രഹിച്ചതാണ്, ഡയലോഗ് കൂടെ വിട്ടത്. അതെ, ഫ്ലോർ ആയാലും രക്ഷപ്പെട്ടു. നന്നായിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, ഗംഭീരമായിരുന്നു. ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്വേത ചേച്ചി, നല്ല സബ്ജക്റ്റ് ആയിരുന്നു, ഫാന്റാസ്റ്റിക് സബ്ജക്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറ്റവും ജാസ്തി റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാവർക്കും ചിരിക്കാം. അത് നിങ്ങൾ ഒരു ഭയങ്കര കോമിക്കൽ രീതിയിൽ നിങ്ങൾ എല്ലാം കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞും ചെയ്തു. ഇനി നമുക്ക് നോക്കാം എത്രയാണ് നിങ്ങളുടെ തമാശ നമ്മളുടെ ബാറ്ററിനെ ചാർജ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, നോക്കാം. ₹26,000 ആണ് ലഭിച്ചിരിക്കുന്നത്. ശരി, ബാങ്ക് ഓഫ് മുംബൈ, ട്രാൻസ്ഫർ ദ മണി പ്ലീസ്. ഇതാ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്.